എനിക്കൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ സുജയ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു. നോക്കൂ, 2004 BJP മുന്നോട്ട് വെച്ചത് ഇന്ത്യ ഷൈനിങ് എന്നുള്ള ക്യാമ്പയിനാണ്. എന്താണ് ആ ക്യാമ്പയിൻ പ്രധാനമായും പറഞ്ഞത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ടെലികോം രംഗത്തുണ്ടായിട്ടുള്ള വലിയ ബൂം, ഈ പറയുന്ന മൊബൈൽ ഫോണൊക്കെ വലിയ രീതിയിൽ വ്യാപിച്ച സമയമാണിത്. അതിനെയൊക്കെ ഊന്നിയാണ് അന്ന് അവർ പ്രചാരണം നടത്തിയിരുന്നത്. ആ പ്രചാരണം പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്നാൽ 2004 അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് 2009 വിജയം ആവർത്തിക്കുന്നുണ്ട്. ആദ്യമായിട്ട് 91 നരസിംഹറാവുവിൻ്റെ സർക്കാരിന് ശേഷം 200 എന്ന നമ്പർ കോൺഗ്രസ് കടക്കുന്നത് 2009 2009 200 കടക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് NREGA ആണ്. ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരികയും ഗ്രാമങ്ങളിൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ എംപവേർഡാണ് ഗ്രാമീണരായിട്ടുള്ള ആളുകൾ. അവർക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പായിരിക്കുകയാണ്. അതേസമയം 2014 അത് ആ സർക്കാർ താഴെ പോകുന്ന ഒറ്റ കാരണമാണ് അഴിമതി എന്ന് പറയുന്ന പ്രശ്നം. ഇവിടെ നോക്കൂ, ഇപ്പോൾ 2014 നിന്ന് 2024 എത്തുമ്പം സുജയ, വിലക്കയറ്റം ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർഷകർ ഇന്ത്യയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്, അല്ല പറയട്ടെ, ഇപ്പം നിങ്ങൾ എന്തിനാണ് ഇന്നലെ ഇന്ധന വില കുറച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് BJP കുറയ്ക്കുന്നത് എന്തിനാണ്? പാചകവാതത്തിന്റെ വില കുറയ്ക്കുന്നത് എന്തിനാണ്? ഈ തെരഞ്ഞെടുപ്പ് നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് ഒന്നാമത് പറഞ്ഞു തരട്ടെ, 1 മിനിറ്റ് എടുക്കത്തുള്ളൂ, പറഞ്ഞു തരട്ടെ, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്. അതൊന്ന് തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമുണ്ട്. തൊഴിലില്ലായ്മ ഇല്ല എന്ന് പറയാൻ കഴിയില്ലോ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ 4 ചെറുപ്പക്കാർ പാർലമെൻറ്റിൽ കയറി, പാർലമെൻറ്റ് ആക്രമണം എന്നൊന്നും നമ്മൾ പറയുന്നത്, പാർലമെൻറ്റിൽ പ്രതിഷേധിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. NREGA ബജറ്റ് അലോക്കേഷനൊക്കെ എത്ര കൊണ്ട് കുറഞ്ഞിരിക്കുന്നു. ഗ്രാമങ്ങളിൽ കർഷകർ പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, അതുപോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പം നമ്മളിവിടെ ഈ 4 വരിപ്പാത 6 വരിപ്പാതയൊക്കെ ഓഫ് കോഴ്സ് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് എയർപോർട്ടുകൾ തുറന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു GHIയുടെ 2023 റിപ്പോർട്ട് പ്രകാരം 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. 111ാമത്തെ സ്ഥാനം 125 രാജ്യങ്ങളിൽ. അപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, തുറച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഈ തിരക്കിട്ട് പിടിച്ച് ഉദ്ഘാടനം ചെയ്തതെന്നേ. നിങ്ങൾ ഈ പറയുന്ന BJPക്ക് ഈ പറയുന്ന ഈ വികസന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ CAA കൊണ്ടുവരേണ്ട കാര്യമില്ല, രാമക്ഷേത്രം തിരക്കിട്ട് പിടിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല. അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ചില റിയാലിറ്റികൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാവും എന്നൊന്നും അങ്ങ് കണ്ണടച്ച് BJP വിശ്വസിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ്. നമുക്ക് പുറത്തു നിന്ന് അവർ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് എന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും അത്ര ഒരു ആത്മവിശ്വാസം ആ പാർട്ടിക്കോ ആ മുന്നണിക്കോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ കക്ഷിയുമായി പോലും ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന സീറ്റ് വർദ്ധിപ്പിക്കാന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, 55% വോട്ട് വേണം ഈ 400 സീറ്റിന് വേണ്ടി പോകണമെങ്കിൽ. മോർ ദാൻ 50% വോട്ട് കിട്ടണം. ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയാമോ? ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ BJPയുടെ പിന്തുണ എത്രയാണെന്നറിയോ? മൊത്തം ജനസംഖ്യ 140 കോടിയിൽ 16%. ഞാൻ അവരുടെ വോട്ട് പെർസെൻറ്റേജ് വെച്ചാണ് പറയുന്നത്. അതിനകത്ത് തന്നെ വോട്ടിംഗ് പോപ്പുലേഷനകത്ത് എത്ര പിന്തുണ ഉണ്ടെന്നറിയാമോ? 26%. അതിൽ വോട്ട് ചെയ്തവരിലാണ് ഈ 37% പിന്തുണ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ പാർട്ടി. അങ്ങനെ 400, 405, 410 എന്നൊക്കെ പറഞ്ഞ സീറ്റ് ഭാവന ചെയ്യാനും കഴിയുന്നൊരു രീതിയിൽ ആ പാർട്ടി ഇന്ത്യയിൽ വേറെ ഓട്ടമില്ല. അത്രയും വളർന്നിട്ടുള്ളൊരു പാർട്ടിയല്ല. മോർ ദാൻ 50-55% വോട്ട് കിട്ടാതെ ഇത്രയും നേടിയെടുക്കുക സാധ്യമല്ല. അത് 37%ലാണ് ഈ പാർട്ടി ഉള്ളത്. അത് ആവർത്തിക്കാൻ തന്നെ അവർക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പം ഈ പറയുന്ന കണക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെയാണ്. ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണോ ഇനി ഇവരുടെ കോൺഫിഡൻസ് എന്ന് എനിക്കറിയത്തില്ല. അത്രയും പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും. Meet the editors.